ഹലോ ഫ്രണ്ട്സ്, നമ്മൾ പുതിയൊരു വണ്ടിയുമായി വന്നിരിക്കുകയാണ്. നമ്മുടെ കയ്യിലുള്ളത് സ്വിഫ്റ്റിൻ്റെ CNG മോഡലാണ്. ഈ CNG മോഡൽ എന്ന് പറയുമ്പോൾ വെറും CNG അല്ല, പെട്രോൾ CNG ഹൈബ്രിഡ് വേരിയൻ്റ് ആണിത്. നമ്മളെ ചെക്കൻ്റെ പുതിയ വണ്ടിയാണ് ഈ സ്വിഫ്റ്റ്. VXI ഓപ്ഷൻ എന്ന് പറഞ്ഞ മോഡലാണ്. LXI കഴിഞ്ഞിട്ട് VXI വരും. VXI ഓപ്ഷനിലാകുമ്പോൾ പിന്നെ GPS കണക്ട്, പിന്നെ മാരുതിൻ്റെ കണക്ട് എന്ന് പറഞ്ഞ ആപ്പ്, അതിൽ GPS ട്രാക്കിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ കീ, മറ്റേ സ്റ്റാർട്ട് ബട്ടണ്, പിന്നെ റിമോട്ട് കീ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വരുന്നത് ഈ VXI ഓപ്ഷണൽ എന്ന് പറയുന്ന ഇതിൽ മാത്രമാണ്. സ്വിഫ്റ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് ആദ്യം ഒരു കൺസേൺ ഉണ്ടായിന്, പിന്നെ സേഫ്റ്റിൻ്റെ കാര്യമാണല്ലോ. ഇപ്പോൾ സേഫ്റ്റി 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വണ്ടിയാണല്ലോ ഇപ്പോൾ സ്വിഫ്റ്റ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇറങ്ങണമൊക്കെ ഭാരത് 6 ഇറങ്ങിയതിന് ശേഷം. എന്താണ് വണ്ടിൻ്റെ അഭിപ്രായം? വണ്ടിൻ്റെ അഭിപ്രായം നല്ല അഭിപ്രായമാണ്. അതുകൊണ്ടാണല്ലോ വണ്ടി വാങ്ങിയത്. ഞാൻ കറണ്ട് വണ്ടി യൂസ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ പിന്നെ എനിക്ക് വലിയ സംശയം ഉണ്ടായിരുന്നത് പുള്ളിങ്ങിൻ്റെ കാര്യമായിരുന്നു. CNG ആകുമ്പോൾ പുള്ളിങ് എങ്ങനെ ഉണ്ടാവുമോ, എൻ്റെ ഗ്യാസിൻ്റെ മണം ഉണ്ടാവുമോ, അങ്ങനത്തെ സംശയങ്ങൾ കുറേ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഒരു സഡൻ പുള്ളിങ് ആണെങ്കിൽ ഓവർടേക്ക് ചെയ്ത് പോകാനുള്ള കാര്യങ്ങൾക്കാണെങ്കിലൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ കറണ്ട് വണ്ടിനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് ലക്ഷങ്ങൾ ലാഭമുണ്ട്. പിന്നെ സെക്കൻഡ് ഭയങ്കര ചവിട്ടാണ്, ഭയങ്കരമായിട്ട് വില കുറഞ്ഞിട്ടേ നമുക്ക് വിൽക്കാൻ പറ്റുന്നുള്ളൂ. സെക്കൻഡ് കറണ്ട് വണ്ടി ഇതിന് ആ പ്രശ്നമില്ലാന്ന് എഴുതുന്നുണ്ട്. പിന്നെ സ്വിഫ്റ്റ് റീസെയിൽ വാല്യൂ പൊതുവെ ഏറ്റവും അധികം മാർക്കറ്റിലുള്ള വണ്ടിയാണല്ലോ. ഈ പെട്രോളും CNGയിലോടും ഇതിൻ്റെ ഫ്യൂവൽ ചേഞ്ചർ സ്വിച്ച് ഇവിടെയാണ് വരുന്നത്. സ്റ്റിയറിങ്ങിൻ്റെ പുഷ് ബട്ടൻ്റെ താഴെയായിട്ട് വരുന്നത്. ഇത് ഇവിടെ ഉണ്ട്. ഇപ്പോൾ വണ്ടി ഏതിലാണ് ഓടുന്നതെന്ന് കാണിക്കും. ഇപ്പോൾ പെട്രോൾ ഫ്യൂവൽ നമ്മൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഡിസ്പ്ലേയിൽ കണ്ടില്ലേ, ഇപ്പോൾ CNGയിലാണ് കാണിക്കുന്നത്. ബട്ടൺ നോക്കിയാൽ പെട്രോളിലേക്ക് മാറി CNG. ഫ്യൂവൽ ചേഞ്ച് ചെയ്യാം കേട്ടോ. നമുക്ക് ഇപ്പോൾ പെട്രോളാണ് ഓടുന്നത്. ഇപ്പോൾ നമ്മളിതാ ചേഞ്ച് ചെയ്യാണ്. ഇപ്പോൾ പെട്രോൾ ഉള്ളത് CNGയിലേക്ക് ഇട്ടു. ആ പെട്രോളിലേക്ക് CNGക്ക് മാറുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. പുള്ളിങ്ങിൻ്റെ കാര്യം പിന്നെ എനിക്ക് തോന്നുന്നു CNGയിലാണ് കൂടുതലുള്ളത്. പിന്നെ സ്പേസൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ബാക്കിലാണെങ്കിലും ലെഗൊന്നും തട്ടത്തില്ല, നല്ല സ്പേഷ്യസ് ആണ് സാധനം. പിന്നെ ഇവിടെ ഒരു സാധനം ഉണ്ട്, ഒരു ഷോപ്പ് സാധനം കണ്ടിട്ടുണ്ടല്ലേ, ഫയർ എക്സ്റ്റിങ്വിഷറാണ്. അതായത് വണ്ടി പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ നമുക്ക് തീ അടക്കാനുള്ള സെറ്റപ്പ്. പിന്നെ ഹൈറ്റിനൊന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ ഓടുന്നത് 7 അടി ഹൈറ്റുള്ള ചെക്കനാ, ഒരു കുഴപ്പമില്ല. തല ഒന്നും മുട്ടൂല. മുട്ടുകാലിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഹർഷദേ? ആ ഓക്കെ ശരി. ആൾറെഡി ഞാൻ യൂസ് ചെയ്യുന്നത് ബലേനാണ്, ന്യൂ മോഡല്. അപ്പോൾ ഏകദേശം അതേപോലത്തെ ഒരു സ്പേഷ്യസ് നമുക്ക് ഇതിലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ CNGയും പെട്രോളും വേറെ വേറെ ഫ്യൂൽ ടാങ്കാണ്. CNG ഇവിടെയാണ് ഫില്ല് ചെയ്യുന്നത്. CNG തുറക്കാൻ വണ്ടി പുഷ് ബട്ടൺ ആണെങ്കിലും CNG തുറക്കണമെങ്കിൽ ചാവി വേണം. ഇടതുഭാഗത്താണ് നമ്മളെ പെട്രോൾ ലീഡ് വരുന്നത്. പിന്നെ നമ്മൾ CNG കുറ്റി വരുന്നത് ബാക്കിലാണ്, ടെക്കിലാണ്. നമ്മളെ സ്റ്റെപ്പിന് വരുന്നില്ല ഗൈസ്, സ്റ്റെപ്പിന് മൂഞ്ചി. സ്റ്റെപ്പിന് വെക്കാൻ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ കമ്പനി തന്നിട്ടില്ല. ഒന്ന് CNG നമുക്കൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം. ഒരു വണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വണ്ടി അവിടെ വെയിറ്റിങ്ങിലാണ്. പിന്നെ ക്യൂ നിൽക്കണം, കാരണം ഒറ്റ കുറ്റിയുള്ളൂ. CNGൻ്റെ കുറ്റി കിലോഗ്രാമിലാണ് വരുന്നത്. 1 കിലോഗ്രാമിന് 89.90 ഇവിടെ മലപ്പുറത്തെ റേറ്റ്. ഷാവി കൊണ്ടാണ് നമ്മൾ ലിഡ് ഓപ്പൺ ചെയ്യുന്നത്. ഏകദേശം 90 രൂപ. 35 കിലോമീറ്റർ മൈലേജ് വരുന്നത് പറഞ്ഞു. ഹാഫ് ടാങ്കാണുള്ളത്. വീഡിയോക്ക് വേണ്ടി പെട്ടെന്ന് അടിക്കാം. ഇപ്പോൾ ഇത് കട്ടായി 388 രൂപയ്ക്ക് അടിച്ചു. 432 kg ആണ് നമ്മൾ അടിച്ചത്. ഫുള്ളായിട്ടുണ്ട് ബാബു. പിന്നെ ഒരു ഫുൾ ടാങ്ക് ഫുൾ കാലിയായിട്ട് ഫുൾ അടിക്കാൻ എത്ര ആയത്?
720 രൂപ 720 രൂപ 720 രൂപ ഏകദേശമാണ് 710 അങ്ങനെ എന്തോ എന്നത്. പിന്നെ രാവിലെ തന്നെ അടിക്കാന്നുണ്ടെങ്കിൽ കൂടുതൽ കൊള്ളും തോന്നുന്നുണ്ട് ഒന്നുകൂടി. പിന്നെ ഇളകിയതനുസരിച്ചൊക്കെ വ്യത്യാസമുണ്ട് തോന്നുന്നുണ്ട്. ശരി, ടെമ്പറേച്ചർ, യെസ് പ്രഷർ ഇതിനൊക്കെ അനുസരിച്ച് വേരിയേഷൻ, ചെറിയ വേരിയേഷൻ വരും. അതെ. ഇന്നലെ ഒരു ലോങ് പോയ സമയത്ത് എനിക്ക് ഫുൾ ടാങ്കിൽ 220 കിലോമീറ്റർ തയ്ച്ച് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നിന്നതാണ്. പിന്നെ പെട്രോൾ കുറച്ച് ഓടിയിട്ടാണ് ഞാൻ അടുത്ത പമ്പിലെത്തിയത്. 220 കിലോമീറ്റർ പെട്രോൾ അടിച്ചു വെച്ചാൽ CNG കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി പെട്രോളിലേക്ക് മാറിക്കോളൂ അല്ലേ? അതെ. അപ്പൊ പിന്നെ പേടിക്കാനില്ല. ഏതോ എന്റെ കറണ്ട് വണ്ടിയൊക്കെ കറണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കെട്ടി വലിക്കേണ്ട അവസ്ഥ, ടോ ചെയ്യേണ്ട അവസ്ഥ വരും. ഇതിനാ പ്രശ്നമില്ല, ധൈര്യമായിട്ട് ഏത് ഭാഗത്തും കൊണ്ടുപോകാം. അതെ. രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പെട്രോളാണ് വണ്ടി സ്റ്റാർട്ട് ആവുന്നത്. അത് കഴിഞ്ഞ് നല്ല തണുപ്പൊക്കെ സമയത്ത് എന്താണ് പിന്നെ CNGയിലേക്ക് ഓട്ടോമാറ്റിക് ഷിഫ്റ്റ് ആവും.